നമ്മൾ ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ സുവിശേഷം പറയാതെ പറയുന്നൊരു വിഷയമുണ്ട്. എന്താ? ദൈവത്തിന് പ്രാർത്ഥനയിൽ ഒന്നാമത്തെ പരിഗണന ദൈവത്തിന് കൊടുക്കണം. പക്ഷെ നമ്മൾ സ്വാഭാവികമായി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത്തെ പരിഗണന നമ്മൾക്കാണ്. നമ്മുടെ ജീവിതാവശ്യം, നമ്മുടെ രോഗം, നമ്മുടെ സൗഖ്യം, നമ്മുടെ കടങ്ങളുടെ പരിഹാരം, നമ്മുടെ ജീവിത പ്രതിസന്ധിയുടെ വിടുതൽ, ഇങ്ങനെ ഒന്നാമത്തെ റെഫറൻസ് പലപ്പോഴും നമ്മളുടെ വിഷയമായിട്ടാണ് വരണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പ്രാർത്ഥന അപ്പോൾ തന്നെ അത് ലോക്കാവും. അതിന് ശരിക്കും ദൈവം ആധ്യാത്മികമായി ബാധ്യസ്ഥനാണോ? നമുക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു പ്രാർത്ഥന ദൈവത്തിരുസന്നിധി സമർപ്പിക്കുമ്പോൾ അത് കേൾക്കാൻ പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യരും അത് ചിന്തിക്കേണ്ടതാണ്. ഈശോ പറഞ്ഞു, അനുഗ്രഹങ്ങളാണെങ്കിൽ ഇത്രയും ഓവർ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കണമെന്നില്ല. കാര്യം അനുഗ്രഹം ഒരു സ്വാഭാവികമായ വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു വിഷയമായിട്ടാണ് സുവിശേഷം അവതരിപ്പിക്കുന്നത്. എനിക്ക് ചില സമയത്ത് കർത്താവിൻ്റെ ചില വചനം വായിക്കുമ്പോൾ ചിരി വന്നു പോകും. എന്നെ സംഭവം എന്നറിയാമോ? ഇപ്പം മത്തായിയുടെ സുവിശേഷം 5:45 എന്താ എഴുതിയിരിക്കണത്? ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഞാൻ മഴ പെയ്യ്ക്കും, നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ ഞാൻ സൂര്യനെ ഉദിപ്പിക്കും. അപ്പം ചില ആൾക്കാർ എന്തെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ അതവരുടെ നീതിരാഹിത്യം കൊണ്ട്, പാപജീവിതം കൊണ്ടാണെന്നൊക്കെ പറയുന്നില്ലേ. ഭൗതിക ആനുകൂല്യങ്ങളും ആത്മീയ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്നത് ബൈബിൾ അത്ര കണ്ട് വില വെച്ച് തരുന്നില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? സുവിശേഷം പറയുന്നത്, ഞാൻ എല്ലാ നല്ല മനുഷ്യരുടെ മേലും ഞാൻ അനുഗ്രഹ മഴ ചൊരിയും. ദാറ്റ്സ് ഓക്കെ. അപ്പം നമുക്ക് അത് നോർമലാണ്, സാധാരണമാണ്, സത്യസന്ധമാണ്, സംഭവിക്കാവുന്നതാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഉടനെ അതേ ശ്വാസത്തിൻ്റെ ബൈബിൾ പറയും, എല്ലാ നല്ല മനുഷ്യരുടെ മേലും ഞാൻ മഴ പെയ്യിപ്പിക്കും, അതുപോലെ ദുഷ്ടമനുഷ്യരുടെ മേലും വന്ന്. പിന്നെ എന്തിനാണ് അതിൻ്റെ അകത്തൊരു പ്രത്യേകത ഉള്ളത്? ഇത് വായിക്കുമ്പോൾ ഞാൻ ചിരിക്കാൻ കാരണം എന്നറിയാമോ? തുഗ്ലക്കിൻ്റെ ഭരണം പോലെയാണ്. തുഗ്ലക്കിനെ കുറിച്ച് നമ്മൾ പറയത്തില്ലേ ഇന്ത്യ ചരിത്രത്തിൽ? തുഗ്ലക്കിന് ഒരു നിയമം വെച്ച്, അയാളെന്താ വിഡ്ഢിയെന്ന് വിളിക്കണത്? അയാളുണ്ടാക്കിയ നിയമങ്ങളാണ്. ഈ രാജ്യത്തിലെ എല്ലാവരും, കുതിര ഉള്ള എല്ലാവരും 5 രൂപ കപ്പം കൊടുക്കണം. ദാറ്റ്സ് ഓക്കെ. അപ്പം ക്ലിയറായി. എന്നിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത്, അതുപോലെ കുതിരയില്ലാത്തവരുമെന്ന്. അപ്പോൾ ആ നിയമം നിർവീര്യമായി പോകും. ഞാൻ അതേ അർത്ഥത്തിൽ ദൈവവചനം പറയുകയല്ല, പക്ഷേ കർത്താവ് അതേ അർത്ഥത്തിലാണ് അനുഗ്രഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. എല്ലാ നല്ലവർക്കും ഞാൻ മഴ പെയ്യിക്കും, അതുപോലെ ദുഷ്ടന്മാർക്കും മഴ പെയ്യിക്കുമെന്ന്. അപ്പോൾ തന്നെ ബുദ്ധിയും ബോധമുള്ള ക്രിസ്ത്യാനി വിശ്വാസി വിചാരിക്കണം, ഈ അനുഗ്രഹത്തിൻ്റെ അത് വലിയ കഥയില്ലെന്ന്. പിന്നെ എന്തിനാണ് കഥ ഉള്ളത്?
അനുഗ്രഹം തരുന്നവനാണ് കഥയുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളെ ദൈവത്തെ അന്വേഷിക്കണമെന്ന് പറയണത്. അനുഗ്രഹത്തിൻ്റെ എല്ലാ സമ്മർദ്ദങ്ങളുടെ പിന്നിലും നമ്മളെ അന്വേഷിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കാനാണ്. ഈശോ തന്നെ എന്താ പറഞ്ഞത്? ആ സമറിയക്കാരിയെ കണ്ടപ്പോൾ അവൾ ഭൗതിക ആനുകൂല്യം മേടിച്ച് അധികപ്പറ്റ് മേടിച്ച ആളാണ്. 5 ഭർത്താക്കന്മാരൊക്കെ വെച്ച് ജീവിതത്തിൽ ആഘോഷിക്കണ കക്ഷിയാണ്. അവൾ പറയുമ്പോൾ 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞിട്ട് ഈശോ ഈ ഭൗതിക ആനുകൂല്യം വെച്ച് അധികമായിട്ട് വെച്ച് അനുഭവിക്കുന്ന ആൾക്കാരോട് പറയണത് ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കുമെന്നാണ്. യോഹന്നാൻ 4:13. എന്നിട്ട് ഈശോ അത് പറഞ്ഞിട്ട് അത് വെച്ച് നിർത്തണില്ല. പിന്നെന്താ പറയണത്? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ല. അപ്പോഴെന്താണ്? എല്ലാ ഭൗതിക ആനുകൂല്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ അപ്പുറത്ത് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കണമെന്നാണ്. ക്രിസ്തുവിനെ അന്വേഷിക്കണം. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കത്തില്ല. ക്രിസ്തു എപ്പോഴും നമ്മളിലേക്ക് ഇപ്പം നമ്മുടെ ബലഹീനത പോലും, ബലമില്ലാത്ത അവസ്ഥ, അങ്ങനെയാണ് ബൈബിള് വിഷയങ്ങളെ കാണുന്നത്. ദൈവത്തിലെ ഇത് തിരിച്ചറിയണതാണ് വിശ്വാസ ജീവിതം. എൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തെ പരുവപ്പെടുത്തുന്നതാണ് നമ്മുടെ ബലഹീനത, അല്ലെങ്കിൽ വ്യാധികൾ, അല്ലെങ്കിൽ ആധികൾ, അല്ലെങ്കിൽ തകർച്ചകൾ. ഇതെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിരുസന്നിധിയിൽ സ്തുതിക്കും. വിശ്വാസ ജീവിതം വളരെ ആഴമായ ഒരു ആത്മബന്ധത്തിൻ്റെ ജീവിതമാണ്. കാര്യം, നിൻ്റെ ദൈവം അറിയാതെ ഒന്നും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ആ ഒരു ബോധ്യം ദൈവത്തോടുള്ള സ്നേഹത്താലാണ് നിനക്ക് ലഭിക്കുന്നത്. നല്ലവനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലൂടെയും കാലാവസ്ഥയിലൂടെയും കടന്നു പോയാലും നിന്നോടുള്ള അദമ്യമായ സ്നേഹം, നിൻ്റെ ശക്തി ഞങ്ങൾ പ്രവർത്തിക്കുന്ന കാരണങ്ങളെ തിരിച്ചറിയുവാനും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അവരെ കൃപാസനത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയാണ്. ഉടമ്പടി പ്രാർത്ഥനയുടെ സാക്ഷ്യങ്ങളാണ് നമ്മൾ സദനാഭിഷേകത്തിൽ ശ്രദ്ധിക്കുന്നത്. ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. 2:8 എഫേസ്യ ലേഖനമനുസരിച്ച് നമ്മളത്തരം, അതായത് നമ്മുടെ കഴിവ് പൂർണ്ണമായും പരാജയപ്പെടുന്നൊരിടമുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ കേൾക്കാൻ പോകുന്ന സാക്ഷ്യം 12 പ്രാവശ്യം IELTS എഴുതി, 1 പ്രാവശ്യം MOH എഴുതി, എല്ലാ മൊഡ്യൂൾസിനും പരാജയപ്പെട്ടു. അവസാനം പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി ചെയ്ത് വിശുദ്ധ ജീവിതത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായി അതിനോട് ആത്മാർത്ഥത കാണിച്ചപ്പോൾ പിന്നെ എഴുതിയ പരീക്ഷ അതിനേക്കാൾ പൊട്ട പരീക്ഷയായിരുന്നു. പക്ഷേ ആ മകളെ അമ്മ വിജയിപ്പിച്ച് ദൈവം നമ്മളെ ക്രൈസിസിൻ്റെ സമയത്ത് നിലനിർത്താൻ വേണ്ടി സുവിശേഷത്തിൽ ഒത്തിരി അപൂർവമായ ദൈവ വഴികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരെണ്ണമാണ്, ഒരുപക്ഷെ ഏറ്റവും വലുത് ആണ് ഉടമ്പടി പ്രാർത്ഥന. നമുക്ക് ഈ സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് ആൻഡോ, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. IELTS എന്ന പരീക്ഷ പുള്ളിക്കാരി ഏകദേശം 12-13 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. OET 1 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഇതുവരെയായിട്ടും അതിന് പറയുന്ന സ്കോർ കിട്ടാതെ ആയിട്ട് ഞങ്ങൾ വളരെയധികം വിഷമത്തിലായിരുന്നു. ഞങ്ങളുടെ ഒരു കസിൻ പറഞ്ഞ് കൃപാസനം എന്ന ഇവിടുത്തെ ആലയത്തെപ്പറ്റി അറിയുകയും ഞങ്ങളിവിടെ വന്ന് ഡിസംബർ ആദ്യത്തെ ആഴ്ച ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൽ പ്രകാരം പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകളെല്ലാം വെളുപ്പിനെയും വൈകിട്ടും ചൊല്ലുകയും
നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. വളരെയധികം വിഷമമായിരുന്നു. നാളുകളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന. പുള്ളിക്കാരി അവിടെ ഒറ്റയ്ക്കാണ്, ഞാനും പിള്ളേരും നാട്ടിലാണ്. ഒറ്റയ്ക്ക് ഒരാൾ വിദേശത്ത് നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെയേറെയാണ്. ഒരുമിച്ചൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നു. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ജനുവരി ആദ്യത്തെ ഞായറാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം വൈകുന്നേരം അച്ഛനെ കാണാൻ സാധിച്ചു. അച്ഛനോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അച്ഛൻ ഭാര്യയുടെ താടിയിൽ തട്ടിയിട്ട് ചോദിച്ചു, നീ ഉടമ്പടി എടുത്തിട്ടുണ്ടോ? ഉണ്ടച്ചാന്ന് പറഞ്ഞു. ഞങ്ങളുടെ രണ്ടുപേരുടെയും തലയിൽ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. 12-ാം തീയതി എക്സാം ആയിരുന്നു. 31-ാം തീയതിയാണ് റിസൾട്ട് വരേണ്ടത്. 31-ാം തീയതി പുള്ളിക്കാരി വീണ്ടും വിദേശത്തേക്ക് പോയി. അവിടെ ഞങ്ങൾ വളരെയധികം വിഷമത്തിലായിരുന്നു. മുമ്പോട്ടെങ്ങനെ പോകും? ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിച്ചു, മാതാവ് ഞങ്ങളെ കൈവിടത്തില്ലെന്നുള്ളത് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിച്ചു. ഇവിടുന്ന് അച്ഛൻ എനിക്ക് അന്ന് ലോക്കറ്റ് അന്ന് തൊട്ട് മാലയിൽ കോർത്തിട്ടു. അതിൽ വിശ്വസിച്ചു, അതിൽ മുറുകെ പിടിച്ചു, എക്സാം എഴുതി, പ്രാർത്ഥിച്ചു. എന്തായാലും ശരി, പുള്ളിക്കാരി അവിടെ ചെന്ന് ഇറങ്ങി, അവിടെ എത്തി എന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോൺ കോൾ വന്നു. ഞാൻ ആ ബി സ്കോറിൽ OET ജയിച്ചു എന്ന് പുള്ളിക്കാരി പറഞ്ഞു. മാതാവ് ഞങ്ങൾക്ക് തന്ന ഇത്രയും വലിയ അനുഗ്രഹം ഞാൻ എങ്ങനെ ഇവിടെ സാക്ഷ്യപ്പെടുത്തണമെന്ന് എനിക്ക് അത്രമാത്രം കോടാനുകോടി നന്ദികൾ പറയുന്നു. പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യം എല്ലാവർക്കും വലിയൊരു ആവേശം തരണം. കാരണം എത്ര നമ്മൾ പരാജയപ്പെട്ടാലും, അതിപ്പോൾ പഠിക്കേണ്ട കാര്യത്തിൽ മാത്രമല്ല, ഇതുപോലെയുള്ള നൈപുണ്യ പരീക്ഷയുടെ വിഷയത്തിൽ മാത്രമല്ല, ബിസിനസ്സിലായാലും വിവാഹ ജീവിതത്തിലായാലും നമ്മൾ തോറ്റു എന്ന് തോന്നിയാലും നിങ്ങൾ തോൽവി സമ്മതിക്കരുത്. എന്താ കാരണം എന്നറിയാവോ? നമ്മൾ ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. 41-ാമത്തെ യെശയ്യാ പുസ്തകത്തിൽ 41:10, എൻ്റെ വിജയകരമായ വലതുകരത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്തുവന്നു. ആ ദൈവം, നമ്മളെ വിജയിപ്പിക്കുന്ന ദൈവം ഇന്നും നമുക്ക് സാന്നിധ്യം നൽകുകയാണ് ദിവ്യ കുർബാനയിലൂടെ, ദിവ്യകുർബാനയുടെ ദിവ്യകാരുണ്യത്തിലൂടെ. പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥത്തോടു കൂടിയ ദിവ്യകാരുണ്യമാണ് സാന്ത്വനാഭിഷേകത്തിൽ നമുക്ക് അനുഭവമായി വരണത്. നമുക്ക് ദിവ്യകുർബാനയുടെ ആശീർവാദ ആരാധനയിലേക്ക് പ്രവേശിക്കാം.